അപ്പോൾ മക്കളെ വലിയൊരു പന്തൽ കാണുന്നുണ്ട്. ഏകദേശം ഒരു 10,000-ലധികം സ്ക്വയർ ഫീറ്റ് പന്തലുണ്ടാകും. അതേപോലെ തന്നെ ഇവിടെ സീറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചത് വലിയൊരു കല്യാണമാണെന്ന്. ഒരിക്കലുമല്ല. ഇത് നമ്മളെ പുല്ലുശ്ശേരി മഠത്തിൽക്കുണ്ട് യുവജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഒരു സമൂഹ നോമ്പുതുറയുടെ പന്തലാണ് ഈ കാണുന്നത്. ഇനി അടുത്ത ഒരുക്കങ്ങൾ അതിപ്പോൾ ഉച്ചയുടെ മുമ്പാണ്. ഒരുക്കങ്ങൾ ഇങ്ങനെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അറ്റ് എ ടൈം ഏകദേശം 1000-ലധികം ആളുകൾക്ക് ഇരുന്ന് നോമ്പ് തുറക്കാവുന്ന സെറ്റപ്പ്. അത് വൈകുന്നേരങ്ങൾ എന്തായാലും കാണും. ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യണത്. വരുമ്പത്തിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ എന്തായാലും പന്തലൊന്ന് സെറ്റ് ചെയ്യാൻ അവിടേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കണം. ആ മോലാളി ഇത് നമ്മളെ ഗഫൂർ കേട്ടോ, പന്തൽ മോലാളി. അതത്രേ ഉള്ളൂ. ഓൽക്കൊക്കെ നോലുമ്പാണേ. ഇതിൽ എത്ര സീറ്റ് ഉണ്ട് മൊത്തം? 1500 സീറ്റ് ഉണ്ട്. 1500ഓളം സീറ്റാണ് എക്സ്പെക്ട് ചെയ്യണത്. അഥവാ ഞങ്ങളെ നാടിനെ വിറപ്പിക്കാൻ പോണ ഒരു നോമ്പുതുറയാണ്. ഇവിടുത്തെ പുല്ലുശ്ശേരി മഠത്തിൽക്കുണ്ട് യുവജന കൂട്ടായ്മയുടെ ജാതി മതം രാഷ്ട്രീയം ഗ്രൂപ്പ് ഒന്നുമില്ല ഇവിടെ ഒരേ ഐക്യം മാത്രം അല്ലേ കുഞ്ഞമ്മേ? ആ ഇതിവിടെ അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഉച്ച ആവണുള്ളൂ, ഒരു ഉച്ചകാലൊക്കെ ആവണുള്ളൂ. ആരാ അപ്പുറം പറയാല്? കുട്ടിപ്പനെ പിന്നെ പറയിപ്പിച്ചോളാം. ഇനി നമുക്ക് ദേഹണ്ണത്തിനോട് പോവാം. അതറിയാം, അതാണല്ലോ മെയിൻ. സെറ്റല്ലേ? പമ്പിച്ച മന്തല്ല കേട്ടോ. ഈ ഫുഡിൻ്റെ അടുത്ത് പോയോക്കട്ടെ. ഒരുങ്ങിക്കൊണ്ടിരിക്കണുള്ളൂ. ഇത് വലിയൊരു കല്യാണത്തിൻ്റെ പ്രതീതിയൊക്കെ നിങ്ങൾക്ക് തോന്നും. ഇതാ വലിയൊരു സംഭവമാണ്. ഇത് ഒന്നാം ഘട്ടം കേട്ടോ. ഇല്ല ഒന്നാം ഘട്ടമാണ്. ഇനി സെക്കൻഡും തേർഡൊക്കെ വരാനുണ്ട്. ഇതേപോലെ ഫുള്ള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, സമയം 6 മണി കഴിയാറായിട്ടോ. അതെ, ഡ്രോൺ കുട്ടനൊക്കെ മേലെ കൂടെ പോകുന്നുണ്ട്. നല്ല വിപുലമായിട്ടുള്ള പരിപാടിയാണ്. ഞാൻ രാവിലെ കാണിച്ചു തന്നില്ല പന്തലില്ലേ, അവിടെയൊക്കെ ഏകദേശം ഫുള്ള് കറക്റ്റായി ഓരോ ടേബിളിലും കട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ സ്നാക്സും ജ്യൂസ് വാട്ടർ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളും യുവാക്കളൊക്കെ നാനാഭാഗത്തൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഏകദേശം 3/4 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവാണ്. ഒരു നാടും നാട്ടുകാരും മുഴുവൻ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ഒന്നിച്ച് നിൽക്കുന്ന വലിയൊരു നോമ്പുതുറ കേട്ടോ. സമീപകാലത്തൊന്നും എൻ്റെ ഓർമ്മയിൽ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു സെറ്റപ്പ് ഓർമ്മയിലില്ല. ഇതേപോലത്തെ ഒരു സമൂഹ നോമ്പുതുറയായിട്ടുള്ളൊരു ഓർമ്മയിലില്ല. അത്രയും വലിയ സെറ്റപ്പിലാണ് നമ്മുടെ മഠത്തെക്കൊണ്ട് പുല്ലുശ്ശേരി മഠത്തിൽക്കൊണ്ട് യുവാക്കൾ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ യുവാക്കൾ എന്നല്ല, എല്ലാവരും അടിപൊളിയായിട്ട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും വളരെ ഡീസൻ്റാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ വളരെ ഉഷാറായിട്ട്. അപ്പോൾ ഇതാ ആളുകളൊക്കെ പിന്നെ കുട്ടികളും പയ്യന്മാരൊക്കെ അങ്ങനെ കയറി സീറ്റ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മൾ ചെറിയൊരു ഇതിൽ ലേഡീസിനെ സൗകര്യം ഒരുക്കിയിട്ടില്ല കേട്ടോ. പരിസര പ്രദേശത്ത് നിന്ന് വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. അവർക്കൊക്കെ ഇവിടെ പ്രത്യേകം ഒരു പ്രശ്നവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിവിപുലമായിട്ടുള്ള സെറ്റപ്പാട്ടോ ഒരുക്കിയിട്ടുള്ളത്. ചെറിയ വിധത്തിലൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഐറ്റംസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരുപാട് യുവാക്കളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും എല്ലാവരുടെയും എഫേർട്ടാണ്. കുറേ ദിവസങ്ങളായിട്ടുള്ള എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ ഒരു ഫൈനലി ഇന്ന് ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സുകൊണ്ട് അൽഹംദുലില്ലാഹ് റാഹത്തായി എന്നൊക്കെ പറയാം. ചെറിയ ലെവലിൽ കാറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ പാറിപ്പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറും കഴിഞ്ഞാൽ റെഡിയായി ബാങ്ക് കൊടുക്കാറായിട്ടോ. ഞാൻ സമയത്തുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. കാറ്റ് വരുന്നുണ്ട്, ഗ്ലാസ്സുകളൊക്കെ നന്നായിട്ട് പാറിപ്പോകുന്നുണ്ട്. ഇത് വലിയൊരു പറമ്പാണ്, വലിയൊരു തൊടിയാണ്. അവിടെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല കാറ്റ് വരുന്നുണ്ട്. പരിപാടി ഇതാ ഏറെക്കുറെ തുടങ്ങി. ആളുകളൊക്കെ നല്ല സീറ്റുകൾ കയ്യേറി തുടങ്ങിയിട്ടുണ്ട്. കയ്യേറല്ല കേട്ടോ, ഇരിക്കാനായി എന്നാണ് ഉദ്ദേശിച്ചത്.
ഫ്ലൈറ്റ്